ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ലോകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചാ വിഷയമായിരുന്ന ഒരു അക്കൗണ്ടാണ് ഡോക്ടർ നിമോ യാദവ്. സർക്കാരിനെതിരെയുള്ള ആക്ഷേപഹാസ്യങ്ങളിലൂടെയും ട്രോളുകളിലൂടെയും ശ്രദ്ധേയമായി ഈ അക്കൗണ്ട് പെട്ടെന്നൊരു ദിവസം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ അതിൽ നിർണായകമായ ഒരു കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. മാർച്ചിലാണ് പ്രതീക ശർമ്മ എന്നയാൾ നടത്തുന്ന ഡോക്ടർ നിമോ യാദവ് എന്ന പാരഡി അക്കൗണ്ടും നെഹ്റു ഹു എന്ന അക്കൗണ്ടും കേന്ദ്ര IT മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം എക്സ് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തത്. പ്രധാനമന്ത്രിക്കെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു, മോശം രീതിയിൽ ചിത്രീകരിക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കൃത്രിമ വീഡിയോകൾ നിർമ്മിക്കുന്നു തുടങ്ങിയവയായിരുന്നു സർക്കാരിന്റെ ആരോപണം. IT നിയമത്തിലെ സെക്ഷൻ 69A പ്രകാരം പൊതുസമാധാനത്തിന് ഭീഷണിയാണെന്ന് കാട്ടിയാണ് അക്കൗണ്ടിന് പൂട്ടിട്ടത്. ഇതിനെതിരെ അക്കൗണ്ട് ഉടമകൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. കോടതിയിൽ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറായിരുന്നു. ഒരു അക്കൗണ്ട് മൊത്തമായി ബ്ലോക്ക് ചെയ്യുന്നത് വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് അവർ വാദിച്ചു. ഏതെങ്കിലും പ്രത്യേക പോസ്റ്റുകൾ നിയമവിരുദ്ധമാണെങ്കിൽ അത് നീക്കം ചെയ്യാം, പക്ഷേ അക്കൗണ്ട് തന്നെ ഇല്ലാതാക്കുന്നത് ശരിയല്ല. മാത്രമല്ല, തന്റെ ഉപജീവന മാർഗമാണ് ഈ അക്കൗണ്ടിലൂടെ നഷ്ടപ്പെട്ടതെന്നും പ്രതീക ശർമ്മ കോടതിയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മ അക്കൗണ്ടിലെ ഉള്ളടക്കം രാജ്യസുരക്ഷയും ക്രമസമാധാനത്തെയും ബാധിക്കുന്നതാണെന്ന് വാദിച്ചു. കേസ് പരിഗണിച്ച ജസ്റ്റിസ് പുരുഷേന്ദ്ര കുമാർ കൗരവ് സുപ്രധാനമായ ഒരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. ഡോക്ടർ നിമോ യാദവ്, നെഹ്റു ഹു എന്നീ അക്കൗണ്ടുകൾ ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാക്കാൻ കോടതി നിർദ്ദേശിച്ചു. സർക്കാർ ചൂണ്ടിക്കാണിച്ച വിവാദപരമായ ചില പോസ്റ്റുകൾ മാത്രം താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യപ്പെടും. IT മന്ത്രാലയത്തിന്റെ റിവ്യൂ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ ഹർജിക്കാരോട് കോടതി ആവശ്യപ്പെട്ടു. അവിടെ ഈ പോസ്റ്റുകൾ നിയമപരമാണോ എന്ന് പരിശോധിക്കും. സ്വാഭാവിക നീതി ഉറപ്പാക്കിക്കൊണ്ടുള്ള തീരുമാനമായിരിക്കണം കമ്മിറ്റി എടുക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. ഈ വിധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. സർക്കാരിന് ഇഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങൾ പറയുന്ന അക്കൗണ്ടുകൾ പൂർണ്ണമായി നിരോധിക്കുന്നത് ശരിയല്ല എന്ന സന്ദേശമാണ് കോടതി നൽകുന്നത്. എക്സ് പോലും കോടതിയിൽ പറഞ്ഞത് അക്കൗണ്ടുകൾ മൊത്തമായി ബ്ലോക്ക് ചെയ്യുന്നത് ആനുപാതികമല്ലാത്ത നടപടിയാണെന്നാണ്. ഡിജിറ്റൽ യുഗത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്നതിലേക്കാണ് ഈ വിധി വിരൽ ചൂണ്ടുന്നത്. വിമർശനങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്, അത് നിയമപരമായി നേരിടാം. എന്നാൽ അത്തരം ശബ്ദങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് കോടതി അടിവരയിടുന്നു. ഡോക്ടർ നിമോ യാദവ് കേസ് വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം.